നിങ്ങൾക്ക് സ്ലൈസ് യു പി ഐ ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടോ? നമ്മുടെ റോർ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, വിത്തൗട്ട് ഇൻകം പ്രൂഫ് തന്നെ കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അതേപോലെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഇപ്പം എന്ന് വെച്ചാൽ കുറേ പേർക്ക് ഓൾറെഡി സ്ലൈസ് യു പി ഐ ക്രെഡിറ്റ് കാർഡ് കുറേ പേർക്ക് ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇൻവിറ്റേഷൻ വന്നവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. നമ്മുടെ റോർ ബാങ്കിന്റെ പോലെ തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി ഇൻവിറ്റേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ഏറ്റവും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്ലൈസിന്റെ ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുകയാണ്. നല്ല അക്കൗണ്ട് ഉണ്ടോ? ഞാൻ ആക്ച്വലി അവരെ എഫ് ഡി കാർഡിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല എഫ് ഡി ഇൻട്രസ്റ്റ് റേറ്റും കിട്ടുന്നുണ്ട്, ഡെയിലി നമുക്ക് ആഡ് ആവുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെയൊക്കെ യു പി ഐ ക്രെഡിറ്റ് കാർഡ് ബുക്ക് ചെയ്ത് വെക്കുക. ബുക്ക് ചെയ്യുന്ന വെച്ചാൽ അവർ വെയിറ്റിംഗ് ലിസ്റ്റ് ജോയിൻ ചെയ്ത് വെക്കുക. നിങ്ങൾ എലിജിബിൾ ആകുമ്പോൾ അവർ ആക്ച്വലി നോട്ടിഫൈ ചെയ്യും. ഇപ്പോൾ ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പായിട്ടാണ് ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ ഈ അവർ എലിജിബിലിറ്റി കൊടുത്തു തുടങ്ങിയിട്ട് അത്യാവശ്യം നല്ല ലിമിറ്റും കിട്ടുന്നുണ്ട്. നമ്മുടെ റോർ ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡ് പോലെയല്ല, റോർ ബാങ്കിൽ നമുക്ക് EMI ഫെസിലിറ്റി ഉണ്ടാകുന്നില്ല. പക്ഷേ ഇതിൽ EMI ഫെസിലിറ്റീസ് വരുന്നുണ്ട്. ഫിസിക്കൽ കാർഡ് കിട്ടും, റുപേ വേരിയൻ്റ് ആണ്, യു പി ഐയിലോട്ട് ഉപയോഗിക്കാം. അത്യാവശ്യം 3% ഒക്കെ ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവരുടെ സീറോ ബാലൻസ് അക്കൗണ്ട് ഓൾമോസ്റ്റ് ഒരു മാസം മുമ്പാണ് എടുത്തത്. പക്ഷെ നല്ല അക്കൗണ്ട് ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആപ്പ് ആയിക്കോട്ടെ, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചില്ല. ഞാൻ അതിൽ ആക്ച്വലി FD ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റും ഡെയിലി കയറുന്നൊക്കെ അതിൽ കാണാം. അതൊക്കെ RBI അണ്ടറിൽ വരുന്ന ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇപ്പോൾ സ്ലൈസ് എന്ന് പറയുന്നത്. നമ്മുടെ ബാംഗ്ലൂരൊക്കെ ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വഴിയെ നമ്മളെ കേരളത്തിലേക്കും വരുന്നുണ്ട്, ബ്രാഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്ലൈസ് ബാങ്കിന് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അതല്ല ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് തുറന്നിട്ട് നമുക്ക് എന്താ പറയുക, ഓൾറെഡി അക്കൗണ്ട് ഹോൾഡർ ആയുള്ളവർ അവർക്ക് മാത്രമേ അതിൽ കയറാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു ഹോം പേജാണ് വരിക. അത് നമുക്ക് യു പി ഐയിൽ ചെയ്യാം. യു പി ഐ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞാൽ ക്യാഷ് ബാക്ക് കിട്ടും. അത്യാവശ്യം ക്യാഷ് ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ സെക്കൻഡ് പേജിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു എന്താ പറയുക, UI എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ആയിട്ട് സാധാരണ ബാക്കിയുള്ള ബാങ്കുകാരുടെ ആപ്പിൻ്റെ സ്റ്റൈലല്ല. അപ്പോൾ ഇങ്ങനെ നമുക്കിത് ഈ ഫയർ എന്ന് പറഞ്ഞ സാധനമാണ് ഈ ഗെയിം നമുക്ക് കളിക്കുമ്പോൾ കിട്ടുന്ന സാധനം. ഇത് കണ്ടു, ഞാനിപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ സ്പെൻഡ് സെപ്റ്റംബറിൽ കാണുന്നത് 1 lakhൻ്റെ അപ്പോൾ കാണുന്നുണ്ടോ? അതെന്ന് വെച്ചാൽ ഞാൻ 1 lakhൻ്റെ ഒരു FD കിട്ടുന്നുണ്ടായിരുന്നു, അതാണ് കാണിക്കുന്നത്. ഞാൻ എന്തായാലും ഇതിൻ്റെ റെഫറൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ റെഫറൽ ലിങ്ക് കിട്ടും നിങ്ങൾ ഓൾറെഡി അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ. അപ്പോൾ അത് ഞാൻ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴെ നിന്ന് കയറിയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കിയേക്കുക. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഓൺലൈൻ കൊടുക്കുക. അത് കഴിഞ്ഞാൽ വീഡിയോ KYC ആണ്. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അക്കൗണ്ട് ഓപ്പൺ ആവട്ടെ. പിന്നെ ഫിസിക്കൽ കാർഡ് എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഡെബിറ്റ് കാർഡ് എന്താ വെച്ചാൽ ഫിസിക്കൽ കാർഡ് ഡെബിറ്റ് കാർഡ് ഓർഡർ കാശ് വേണം. വെർച്വൽ കാർഡ് മാത്രം എടുത്താലും മതി, അതിന് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ മറ്റേ നോർമൽ സേവിങ്സ് അക്കൗണ്ടിൽ 11,000 സംതിങ് ഉണ്ട്. ഇതാണ് FD കാണുന്നത്, ഞാൻ പറഞ്ഞില്ല FD ഇട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഓപ്പൺ FD എന്താ പറയുക, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ ഡെയിലി ഇൻട്രസ്റ്റ് 23 രൂപ വെച്ച് കയറുന്നത്. ഞാൻ 1.5 ഇയേഴ്സിന് ഇട്ടേക്കുന്നുണ്ട്. 8.5% ഇൻട്രസ്റ്റ് റേറ്റാണ് കിട്ടുന്നത് കേട്ടോ. നിങ്ങൾക്ക് പാസ്ബുക്കും DDS സർട്ടിഫിക്കറ്റ് എല്ലാ സംഭവങ്ങളും കിട്ടും. എപ്പോൾ വേണമെങ്കിൽ നമുക്കിത് ബ്രേക്ക് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് തന്നെ കയറിക്കോളും. ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സേവിങ്സ് അക്കൗണ്ടിൽ മുകളിലേക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, കാർഡിന് ക്രെഡിറ്റ്, നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ യു പി ഐ സംഭവം എല്ലാം കിട്ടും. നമ്മുടെ റോർ ബാങ്കിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ആ ബാങ്ക് അക്കൗണ്ടിന് UPI ഡെബിറ്റ് കാർഡോ അങ്ങനെ സംഭവമൊന്നും ഇല്ല. അതാണ് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. ഇതിലതൊക്കെ ഉണ്ട് കേട്ടോ. നോർമലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. എന്താ പറയുക, സീറോ ബാലൻസ് അക്കൗണ്ട് എന്നുള്ള ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഈ താഴെയായിട്ട് കുറേ പേജുകളുണ്ട്. അതിൽ 3ാമത്തെ പേജിലാണ് നമുക്ക് ഈ സ്ലൈസിൻ്റെ UPI സൂപ്പർ കാർഡ് എന്ന് പറഞ്ഞ സാധനം കണ്ടു. ഇതിപ്പോൾ എൻ്റെ ഓൾറെഡി വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ വരും. അതിൽ ആക്ച്വലി ഇവർ ഇൻകം പ്രൂഫ് ഒന്നും ചോദിക്കുന്നില്ല. നമ്മൾ എവിടെയോ സാലറിയുടെ ആണോ ചോദിക്കുന്നൊക്കെ ഉണ്ട്. നിങ്ങളുടെ സാലറി അക്കൗണ്ട് വരുന്ന അക്കൗണ്ട് ലിങ്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷേ അത് കുഴപ്പമില്ല, നിങ്ങളുടെ നോർമൽ ആക്റ്റീവായിട്ടുള്ള അക്കൗണ്ട് കൊടുത്താൽ മതി. ഇതിൽ നമുക്ക് അപ് ടു 3% വരെ UPI സ്പെൻസിന് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ട്രാൻസാക്ഷനും നമുക്ക് 3 EMI, അതായത് നോ കോസ്റ്റ് EMIയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സ്ട്രാ കാശില്ലാണ്ട്. പിന്നെ ഇവർ സ്ലൈസ് പാർക്ക് എന്ന് പറഞ്ഞ സംഭവം, അതാണ് അവരുടെ റിവാർഡ് പ്രോഗ്രാം. ജോയിൻ ഫീസും കാര്യങ്ങളൊന്നുമില്ല, കാർഡ് 0 ആണ്. പിന്നെ ഫിസിക്കൽ കാർഡും കിട്ടത്തില്ല, അത് വേറെ കാര്യം. അതാണ് എടുത്ത് പറയാനുള്ള മെയിൻ സംഭവം. അപ്പോൾ ഇത് ഓൾറെഡി ഇവർക്ക് കാണിക്കാനുണ്ട്, നിങ്ങൾക്ക് ഓൾറെഡി വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വി ആർ ഓപ്പണിംഗ് സ്ലോലി ആക്സസ് ടു ഓൾ ടു കീപ് തിങ്സ് സ്മൂത്ത്. യു വിൽ ബി നോട്ടിഫൈഡ് ആസ് സൂൺ ആസ് യുവർ ഇൻവൈറ്റ് ഇസ് റെഡി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അത്യാവശ്യം ആക്റ്റീവായിട്ടും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് ഒക്കെ കീപ്പ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ്, അതായത് അത്യാവശ്യം നല്ല ലിമിറ്റും, അത് മാത്രമല്ല ഇത് ജസ്റ്റ് ഒരു ടിപ്സാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ ഉറപ്പെന്ന് പറയല്ല, കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഒരു സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്ന അവർക്ക് റീസെൻ്റ്ലിയാണ് അവർ നോർത്ത് ഈസ്റ്റ് ബാങ്കിനെ അക്വയർ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് ലൈസൻസും കാര്യങ്ങളൊക്കെ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലിമിറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 10,000 ലിമിറ്റ് കിട്ടിയവരുണ്ട്, വേറെ കാര്യമായിട്ടാണ്.
അവർ മെയിൻലി ഫുൾ സിബിൽ ബേസ്ഡ് ഒന്നല്ല എന്ന് വെച്ചാൽ നല്ല സിബിലുള്ളവർക്കും ലിമിറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ അക്കൗണ്ടും കൂടി അതിൻ്റെ കൂടെ തന്നെ അക്കൗണ്ടും കൂടി നല്ലോണം ആക്ടിവേറ്റ് ചെയ്ത് വെക്കുക. FD ഇടുന്നുണ്ടെങ്കിൽ FD ഇടാൻ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്ക് RBI അണ്ടറിൽ വരുന്ന DSGC പ്രൊട്ടക്ഷനൊക്കെ ഇൻഷുർഡ് ആണ് 5 ലക്ഷം വരെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇട്ടുണ്ട്, ഓൾറെഡി ഞാൻ ഇട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കാണിച്ചു തന്നത്. ഇതെൻ്റെ ആപ്പാണ്. ഞാൻ പുള്ളിയെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ കാണാമല്ലോ. അപ്പോൾ എൻ്റെ ക്രിയേറ്റ് ഡെപ്പോസിറ്റ് അടുത്ത നിങ്ങൾക്ക് എത്ര ഡെപ്പോസിറ്റ് ആണെങ്കിൽ തുടങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എന്താ പറയുക, റെപ്പോ റേറ്റിനനുസരിച്ച് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ഓൾറെഡി കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ ആക്ച്വലി സേവിങ്സ് അക്കൗണ്ട് ആയിക്കോട്ടെ 5% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള ബാങ്കുകളൊക്കെ 2%, 3% കിട്ടുക. ഇത് പ്രമോഷണൽ സംഭവമൊന്നുമല്ല. നമ്മൾ കൊടുക്കാൻ പോകുന്നത് ഡയറക്റ്റ് നമ്മുടെ റെഫർ ലിങ്ക് ആപ്പിൽ വരുന്നത്. അല്ലാണ്ട് പ്രമോഷണൽ സംഭവം ഒന്നുമില്ല. നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവട്ടെ. ഞാൻ അത് പ്രതീക്ഷിക്കുക. ഇനിയിപ്പോൾ അതാരും പറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ ഈ ട്രാൻസാക്ഷൻ ചെയ്തതും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള എല്ലാ സംഭവങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആപ്പ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അതായത് ആക്റ്റീവായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യം എമൗണ്ട് കീപ്പ് ചെയ്യുക. FD നിർബന്ധമൊന്നുമില്ല. അത്യാവശ്യം സേവിങ്സ് അക്കൗണ്ടിൽ എമൗണ്ട് കീപ്പ് ചെയ്യുക. UPI ട്രാൻസാക്ഷൻ അത്യാവശ്യം ഉപയോഗിക്കുക. അതാണ് ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ ചുമ്മാ അതിൽ ക്യാഷ് ഇട്ടിട്ട് അനക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു മാത്രം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ എൻ്റെ പേര് ഞാനൊരു ഫിനാൻഷ്യൽസ് ആണ്. നമ്മുടെ ടെക് ഫിനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈ ആണ് കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ, പേജ് ഫോളോ അടിച്ചാൽ മതി. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. അടുത്ത കാണാം.